അനർഹമായി ക്ഷേമ പെൻഷനുകൾ വാങ്ങിക്കൂട്ടിയതും നൽകിയതുമായ സർക്കാർ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയിരിക്കുന്ന ഉറപ്പ്. സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നത് വ്യക്തമായ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിലാണ് ചീഫ് സെക്രട്ടറി അടക്കം പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. തട്ടിപ്പ് കാണിച്ച സർക്കാർ ജീവനക്കാർക്കെതിരെ മാത്രമാകരുത് നടപടി. മുസ്ലിം ലീഗ് ഭരിക്കുന്ന കോട്ടക്കൽ നഗരസഭയിൽ BMW കാറുള്ളവർക്കും AC ഘടിപ്പിച്ച ആഡംബര വീടുള്ളവർക്കും മറ്റ് പെൻഷൻ വാങ്ങുന്നവർക്കും അടക്കം 7-ാം വാർഡിൽ മാത്രം 39 ധനികരായ അനർഹരാണ് വയോജനങ്ങൾക്കുള്ള പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്കെതിരെ വ്യാജരേഖ ചമച്ചതിനും അനധികൃതമായി സർക്കാർ ഫണ്ട് കൈപ്പറ്റിയതിനും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം തന്നെ കേസെടുക്കണം. കോട്ടക്കലിലെ മറ്റു വാർഡുകളിലും സമീപ പഞ്ചായത്തുകളിലുമൊക്കെ അനർഹരെ കണ്ടെത്താൻ അടിയന്തര പരിശോധന നടത്തണം. അവിടെയും അനർഹർ നിരവധിയുണ്ട്. കോട്ടക്കൽ നഗരസഭയിൽ ക്രമക്കേട് കണ്ടുപിടിച്ച ധനകാര്യ പരിശോധനാ വിഭാഗം ഉദ്യോഗസ്ഥരോട് ലീഗ് മെമ്പർമാർ ആക്രോശിച്ചത് പെൻഷൻ ഞങ്ങൾ കൊടുക്കും, സർക്കാർ ഇതിൽ ഇടപെടേണ്ടതില്ല എന്നാണ്. അവിടെ എന്താണ് ഇടത് സർക്കാർ എന്നും എന്താണ് ഇടത് സർക്കാർ ഇടപെടലെന്നും ഒന്ന് കാട്ടിക്കൊടുക്കണം. തട്ടിപ്പ് കാണിച്ചവർക്കെതിരെ വകുപ്പ് തലത്തിൽ അച്ചടക്ക നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരിച്ചടപ്പിക്കും. അനർഹർ കയറിക്കൂടാൻ സാഹചര്യമൊരുക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും. അനർഹമായി പെൻഷൻ വാങ്ങുന്ന ജീവനക്കാർ അല്ലാത്തവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. മരണപ്പെട്ടവരെ അതത് സമയത്ത് കൺകറിംഗ് മസ്റ്ററിംഗ് നടത്തി ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശവും കൊടുത്തു. വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാണ്. ഇതിന് ഫേസ് ഓതന്റിക്കേഷൻ സംവിധാനം ഏർപ്പെടുത്താനാണ് സർക്കാരിന്റെ തീരുമാനം. വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ സീഡിംഗ് എന്നിവ ഇതിന് നിർബന്ധമാക്കി. സർക്കാർ സർവീസിൽ കയറിയ ശേഷം മസ്റ്ററിംഗ് നടത്തി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് അശ്രദ്ധ എന്ന് കരുതരുതെന്ന് മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് വിളിച്ചേർന്ന യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ ക്ഷേമ പെൻഷൻകാരുടെ അർഹത വിലയിരുത്താനും ധനവകുപ്പിന്റെ പരിശോധന തുടരാനുമൊക്കെ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു.